ശ്രീദേവി അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർ വീടിൻ്റെ മുറ്റത്ത് പൊങ്കാല ഇട്ടാലും ക്ഷേത്ര പരിസരത്ത് ഇടുന്ന ഫലം ലഭിക്കും. തടസ്സം കൂടാതെ പൊങ്കാലയിടാൻ അമ്മയോട് പ്രാർത്ഥിക്കൂ. അമ്മയുടെ അനുഗ്രഹവും അനുവാദവും വാങ്ങണം. അമ്മ വിചാരിച്ചാൽ മാത്രമേ, അമ്മ അനുഗ്രഹിച്ചാൽ മാത്രമേ ക്ഷേത്രത്തിൽ പോകാനും ഇനി വീട്ടിലായാലും പൊങ്കാലയിടാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുകയുള്ളൂ. അമ്മയെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കൂ. ലളിതാ സഹസ്രനാമം വ്രതമെടുക്കുന്ന സമയത്തൊക്കെ ജപിക്കൂ. അമ്മേ നാരായണ, ഓം സർവമംഗള മാംഗല്യേ തുടങ്ങിയ നാമങ്ങളൊക്കെ ഭക്തിയോടുകൂടി ആറ്റുകാലമ്മയെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് അമ്മയോട് അനുവാദം വാങ്ങണം. എന്നാൽ എല്ലാവർക്കും ആഗ്രഹ സാഫല്യമുണ്ടാകും. പൊങ്കാലയിടാൻ സാധിക്കും. അമ്മ വന്ന് സ്വീകരിക്കുകയും ചെയ്യും. ദേവി എല്ലായിടത്തും നിറഞ്ഞിരിക്കുകയാണ്. ശ്രീകോവിലിനുള്ളിൽ മാത്രമല്ല ഉള്ളത്. ഈ പ്രപഞ്ചം മുഴുവൻ, ഈ പ്രകൃതി മുഴുവൻ, തൂണിലും തുരുമ്പിലും ഒക്കെ ഈശ്വര ചൈതന്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുറ്റത്ത് ഇട്ടാൽ മതി. അതിലാരും വിഷമിക്കേണ്ട. നമുക്ക് ദേവിയുടെ അനുഗ്രഹം ലഭിക്കും. ആഗ്രഹ സാഫല്യവും ഉണ്ടാകും. ലോകം മുഴുവൻ സമാധാനവും ശാന്തിയും നൽകൂ അമ്മേ. ആറ്റുകാലമ്മേ, എല്ലാ കുട്ടികൾക്കും നന്നായി ചിന്തിക്കാനുള്ള ശക്തി നൽകണമേ. പോസിറ്റീവായി ചിന്തിക്കാൻ എല്ലാവർക്കും ശക്തി നൽകണമേ. എല്ലാ കുട്ടികളും നല്ലവരായി വളർന്നു വരണമേ എന്ന് എല്ലാവരും ആറ്റുകാലമ്മയോട് പ്രാർത്ഥിക്കണം. വ്രതമെടുക്കുന്നവർ 7 ദിവസമോ 5 ദിവസമോ 3 ദിവസമോ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതമെടുക്കുക. ഇനി തലേ ദിവസം മാത്രം വ്രതമെടുത്ത് പൊങ്കാലയിടുന്നവരുമുണ്ട്. കുളിച്ച് ശുദ്ധമായി ലളിത സഹസ്രനാമം ജപിക്കണം. അത് കഴിഞ്ഞ് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ ആറ്റുകാലമ്മേ നാരായണ, അമ്മേ ശരണം, ദേവീ ശരണം, ഭദ്രേ ശരണം, ആറ്റുകാലമ്മേ ശരണം എന്നൊക്കെ അമ്മേ നാമങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹം വാങ്ങണം. ആഗ്രഹ സാഫല്യമൊക്കെ ഉണ്ടാകും. ഇനി വിവാഹപ്രായമായ കുട്ടികളാണ് പൊങ്കാല ഇടുന്നതെങ്കിൽ അവർക്ക് ഉത്തമ വിവാഹം നടക്കും. അടുത്ത പൊങ്കാലയ്ക്ക് മുമ്പായി നല്ല ഒരു വിവാഹം നടക്കും. ഇനി ജോലിയാണ് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അടുത്ത പൊങ്കാലയ്ക്ക് മുമ്പേ അമ്മ ജോലി തന്ന് അനുഗ്രഹിക്കും. അടുത്ത വീട് സ്വന്തമായി ഇല്ലാത്തവർക്കാണെങ്കിൽ അടുത്ത പൊങ്കാലയ്ക്ക് സ്വന്തം വീട്ടിൽ പൊങ്കാല ഇടാനുള്ള ഭാഗ്യവും അമ്മ തരും. എല്ലാവരും ലളിത സഹസ്രനാമം, ദേവി മഹാത്മ്യം, നാമജപങ്ങൾക്ക് വളരെ വിശേഷമുണ്ട്, വളരെയധികം ശക്തിയുണ്ട്. അമ്മയുടെ പ്രീതി നേടാൻ വളരെ എളുപ്പം നാമജപത്തിലൂടെയാണ്. അതുകൊണ്ട് എല്ലാവരും നിറയെ നാമങ്ങൾ പറയുക, അമ്മയുടെ കീർത്തനങ്ങളൊക്കെ പറയുക. അത് വളരെ ഉത്തമമാണ്. തലേ ദിവസം വീടും പരിസരവും വൃത്തിയാക്കി ചാമ്പ്രാണി പുക വീടിനകത്തും പുറത്തും കാണിച്ച് നെഗറ്റീവ് എനർജി കളയണം. അതിനുശേഷം കല്ലുപ്പും മഞ്ഞളും കലക്കി വെള്ളം വീടിനകത്തും പുറത്തും കളയണം. അപ്പോൾ നെഗറ്റീവ് എനർജിയൊക്കെ മാറി വീട് ശുദ്ധമാകും. എന്നിട്ട് നമ്മൾ പൊങ്കാല ഇടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തും മെയിൻ ഡോറിന് നേരെയായിട്ട് പൊങ്കാല ഇടരുത്. ഇടതുവശത്തോ വലതുവശത്തോ ആയിട്ട് പൊങ്കാല ഇടാവുന്നതാണ്. അവിടെയുമൊക്കെ ഈ മഞ്ഞയും ഉപ്പും കലർന്ന വെള്ളം തളിച്ച് ശുദ്ധമാക്കണം. പണ്ടൊക്കെ ചാണകം വെള്ളമാണ് തളിക്കാറുള്ളത്. ഇപ്പോൾ അത് വേണ്ട. ഇത് ഇങ്ങനെ ചെയ്താൽ മതി. ഇത് വളരെ ഉത്തമമാണ്. നല്ല ഒരു ശുദ്ധി ഉണ്ടാകും. അതിനുശേഷം അടുപ്പ് കൂട്ടുക. 3 കല്ലോ 6 കല്ലോ ഉപയോഗിക്കാം. ഇനി പുതിയ കല്ല് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ പഴയ കല്ല് കഴുകി മഞ്ഞവെള്ളവും ഉപ്പും കലർന്ന വെള്ളം തളിച്ച് ശുദ്ധമാക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതിലൊന്നും വേറെ അശുദ്ധമൊന്നുമില്ല. അത് കഴിഞ്ഞ് മൺകലത്തിൽ തന്നെ പൊങ്കാല ഇടണം. വീട്ടിൽ ഉപയോഗിച്ച പാത്രങ്ങൾ എടുക്കരുത്. ഒരു കാരണവശാലും പഴയ പാത്രങ്ങളിലോ പഴയ കലത്തിലൊന്നും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടണ്ട. പുതിയ കലം ഒന്ന് വാങ്ങി തന്നെ പൊങ്കാല ഇടണം. 5 തിരിയോ 2 തിരിയോ ഇട്ട് നിലവിളക്ക് ആദ്യം കത്തിച്ച് വയ്ക്കണം. നിറനാഴിയും വയ്ക്കണം. ഒരു കരുക്ക് ചെത്തി അവിടെ നിറനാഴിക്ക് അടുത്തായിട്ട് സമർപ്പിക്കണം. ആറ്റുകാലമ്മയെ വിചാരിച്ച് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേ ഓരോ കാര്യങ്ങളും ചെയ്യുക. കിണ്ടിയിൽ വെള്ളം എടുക്കണം. പൂക്കളൊക്കെ വിളക്കിന് സമീപത്തായി സമർപ്പിക്കണം. കിണ്ടിയിലും കുറേ തുളസി ഇലയൊക്കെ പറിച്ച് ഇട്ട് വയ്ക്കുക. അത് നമുക്ക് അവസാനം നേദിക്കാൻ ഉപയോഗിക്കാൻ പറ്റും. വീഡിയോ അവസാനം വരെ കാണുക. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ ആരും മറക്കരുത്. അമ്മേ നാരായണ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീട് ഏത് ദർശനമായാലും അത് ബാധകമല്ല. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ആദിത്യ ഭഗവാനെ നോക്കി പൊങ്കാല ഇടുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ.
ഇനി ഒരു വീട്ടിൽ എത്ര പേർക്ക് വേണമെങ്കിലും പൊങ്കാലയിടാം. ഒരാളിന് രണ്ടടുപ്പൊക്കെ കൂട്ടി പൊങ്കാലയിടാവുന്നതാണ്. ഒരടുപ്പിൽ ഇപ്പം പാൽപ്പായസം വയ്ക്കാം, പിന്നെ കടും പായസം അടുത്ത അടുപ്പിൽ വയ്ക്കാം. അതല്ലാതെ പോയിട്ട് മണ്ടപ്പുറ്റ്, പിന്നെ തിരളി, ഇതൊക്കെ ദേവിക്ക് പ്രിയപ്പെട്ട ഈ തിരളിയൊക്കെ ഉണ്ടാക്കുകയും ചെയ്യാം. എന്നിട്ട് വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങൾക്കും അടുപ്പ് കൂട്ടി അതേ വീട്ടിൽ തന്നെ പൊങ്കാലയിടുന്നത് വളരെ ഐശ്വര്യമാണ്. കുടുംബത്തിലുള്ള എല്ലാ പേരും ലളിത സഹസ്രനാമം വായിക്കണം. അതിന് കഴിയാത്തവർ അമ്മേ നാരായണ, പിന്നെ സർവമംഗള മാംഗല്യേ, ദേവീ കീർത്തനങ്ങൾ, ഇതൊക്കെ പറയുന്നത് വളരെ ഐശ്വര്യപ്രദമാണ്. വീടിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും, ആഗ്രഹ സാഫല്യമുണ്ടാകും, മംഗല്യ ഭാഗ്യങ്ങളൊക്കെ ആ കുടുംബത്തിന് വളരെ എളുപ്പം വന്നു ഭവിക്കും. ദേവി അവിടെ വന്ന് പൊങ്കാല സ്വീകരിക്കുകയും ചെയ്യും. അതൊക്കെ വളരെ ഐശ്വര്യമാണ്. ദേവിയെ മനസ്സിൽ കണ്ട് സങ്കല്പിച്ച് എപ്പോഴും ദേവിയുടെ നാമങ്ങൾ മാത്രം പറയുക, ആറ്റുകാലമ്മയെ മാത്രം ചിന്തിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക, ഐശ്വര്യപ്രദമാവും. ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല നേദിക്കാൻ ഒരു 2-2:30 മണിയൊക്കെ ആവും. അപ്പോൾ അതുവരെ കാത്തിരിക്കാൻ വെളിയിലൊക്കെ വച്ച് കാക്കയും കുരുവിയൊക്കെ നോക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നേരത്തെ വേണമെങ്കിലും നമുക്ക് തുളസി തീർത്ഥം തളിച്ച് നേദിക്കാവുന്നതാണ്. നേദിച്ച പ്രസാദം എല്ലാ കുട്ടികൾക്കും കൊടുക്കുക, അടുത്ത വീട്ടിലെ കുട്ടികൾക്കും നമ്മുടെ കുട്ടികൾക്കും ഒക്കെ കൊടുക്കുക. എല്ലാവർക്കും പ്രസാദമായി കൊടുക്കുന്നത് നമുക്ക് ഐശ്വര്യമുണ്ടാകും. പ്രത്യേകിച്ചും കുട്ടികൾക്ക് കൊടുക്കണം. അത് ദേവിക്കും വളരെ പ്രിയമാണ്, കുട്ടികളെ വളരെ ഇഷ്ടമാണ് ആറ്റുകാലമ്മയ്ക്ക്. അപ്പോൾ അമ്മയുടെ പ്രീതി ഈ പൊങ്കാലയിട്ട ആളിനും കുടുംബത്തിനും കൂടുതലായി ലഭിക്കും. എല്ലാ അംഗങ്ങളും ശുദ്ധമായി തന്നെ പൊങ്കാല സമയത്ത് പ്രാർത്ഥിക്കണം. ലളിത സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്, അമ്മയ്ക്ക് ഏറ്റവും പ്രിയമാണ്. അന്ന് ചൊവ്വാഴ്ചയും പൂരനക്ഷത്രവും പൗർണമിയും ചേർന്ന് വരുന്ന വളരെ പുണ്യ ദിവസമാണ്. എല്ലാവരും നാമജപങ്ങളിൽ മുഴുകി പൊങ്കാലയുടെ പുണ്യം നേടുക. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. അമ്മേ നാരായണ എന്ന കമൻറ്റും ചെയ്യണം.